നമസ്കാരം, ഞാൻ ടോണി. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷേത്രങ്ങളിൽ ഭക്തി പുരസ്സരം ഇല്ലം നിറയാഘോഷം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്ദേശവുമായി വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ഇല്ലം നിറ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വൻ ഭക്തജന തിരക്ക്. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും അനുബന്ധ ചടങ്ങുകളും നടന്നു. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചൂണ്ടൽ സെന്ററിലെ ഉണങ്ങിയ മരം യാത്രികർക്ക് ഭീഷണിയാകുന്നു. ചൂണ്ടൽ സെന്ററിലെ വ്യാപാര സമുച്ചയത്തിന് മുന്നിൽ ഉണങ്ങിയ നിലയിൽ കാലങ്ങളായി നിൽക്കുന്ന കൂറ്റൻ പ്ലാവാണ് യാത്രികർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഭീഷണിയായി മാറിയത്. വേലൂർ സൊസൈറ്റി പാടത്തിന് സമീപം സംസ്ഥാന പാതയിൽ അറവുമാലിന്യം തള്ളുന്നതിനെതിരെ വായും മൂക്കും മൂടിക്കെട്ടി ജനകീയ പ്രതിഷേധം. പ്രദേശത്ത് അറവുമാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുക, സ്ഥിരമാലിന്യം നിക്ഷേപിക്കുന്ന മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു ജനകീയ പ്രതിഷേധ സമരം. വാർത്തകൾ വിശദമായി. മുണ്ടൂർ അപകടം. ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. കൊല്ലം കുളത്തുപുഴ സ്വദേശി ഷെറീഫാണ് മരിച്ചത്. 60 വയസ്സുണ്ട്. ഇതോടെ അപകടത്തിൽ മരണം 2ആയി. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂരിലെ പെട്രോൾ പമ്പ് പരിസരത്ത് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിടിച്ച് കയറിയുള്ള അപകടമുണ്ടായത്. അപകടത്തിൽ കാർ യാത്രികയായ കുളത്തുപുഴ സ്വദേശിനി ഷെറീഫ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഷെറീഫിന് ചികിത്സയ്ക്കിടെ ഞായറാഴ്ച ഉച്ചയോടെ മരണം സംഭവിച്ചു. വാഹനം ഓടിച്ചിരുന്ന ഫൈസലിന് പരിക്കുകൾ ഉണ്ടെങ്കിലും അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപയോളം പണം നഷ്ടപ്പെട്ടു. ഞായറാഴ്ച രാവിലെ ജീവനക്കാരൻ ഓഫീസ് തുറക്കുവാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഓഫീസിന്റെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. അലമാര തകർത്ത ശേഷം സേഫിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപയോളമാണ് കവർന്നത്. ഓഫീസിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിലെ പാത്രങ്ങളും പൂജാ സാമഗ്രികളും സൂക്ഷിക്കുന്ന മുറിയുടെ വാതിൽ പൊളിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടില്ല. ഓട് പൊളിച്ച് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിലും ഭണ്ഡാരങ്ങളോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ക്ഷേത്രം ട്രഷറർ ശിവപ്രസാദ് പറഞ്ഞു. കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി അന്വേഷണവും ആരംഭിച്ചു. പിന്നെ നമ്മുടെ ഊട്ടുപാത്രങ്ങളും കാര്യങ്ങളും വിളക്ക്, നിലവിളക്ക് എന്നിവ വെച്ച റൂം കുത്തി തുറന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പോയതായിട്ട് കണ്ടിട്ടില്ല. ഈ ക്യാഷ് മാത്രമാണ് ഇപ്പോൾ നമ്മളതിൽ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ളത് പോയി എന്നുള്ളത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഓട് പൊളിച്ചിട്ട് കാൽപാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട് പൊളിച്ചിട്ടാണ് കടന്നിട്ടുള്ളത് ആൾ. അതിൻ്റെ ഉള്ളിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഭണ്ണാരങ്ങളോ കാര്യങ്ങളോ ഒന്നും നശിപ്പിക്കുകയോ ഇതാക്കി നഷ്ടപ്പെട്ട് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആകെ പോയിട്ടുള്ള നമ്മുടെ അലമാര പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പൈസ മോഷ്ടിച്ചു എന്നുള്ള ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ. വേറെ അതിനായിട്ട് വേറെ ഒന്നും ഇപ്പോൾ കണ്ട് ഇതായിട്ടില്ല. നമ്മൾ കുന്നോളം പോലീസിനെ അപ്പോൾ തന്നെ അറിയിക്കുകയും അവർ വന്ന് അതിൻ്റെ ചെക്കിങ് കാര്യങ്ങളും ചെയ്തു. വടക്കേക്കാട് ഞമ്മനങ്ങാട് കോടത്തൂർ കുടുംബക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെളിയങ്കോട് സ്വദേശി പൊതുവീട്ടിൽ 43 വയസ്സുള്ള ബാദുഷയെയാണ് ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TS സിനോജിന്റെ നിർദ്ദേശപ്രകാരം വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 9-ാം തീയതി രാത്രി 8 മണിക്കും 10-ാം തീയതി രാവിലെ 6:30-ക്കും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നത്. ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച 4 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നാണ് പ്രതി മോഷണം നടത്തിയിട്ടുള്ളത്. ഭണ്ഡാരത്തിൽ നിന്ന് 5000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയിൽ കേസെടുത്ത വടക്കേക്കാട് പോലീസ് മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ പ്രതി അഞ്ഞൂർ സ്വദേശി സജീവന്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർമാരായ ബിജു മാത്യു, ഗോപിനാഥൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സാജൻ, സതീഷ് ചന്ദ്രൻ, അർജുൻ, സജു, അനൂപ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. CCTV ന്യൂസ് പൊന്നിയൂർക്കുളം. 2023-2024 വർഷത്തെ സംസ്ഥാന കായകൽപ അവാർഡിൽ കുന്നംകുളം നഗരസഭ പൊറക്കലങ്ങാട് അർബൻ FHSക്ക് ജില്ലാ തലത്തിൽ 2 ലക്ഷം രൂപയുടെ പുരസ്കാരം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്.
അകലാട് യുവാവിന് വീട് കയറി ആക്രമിച്ചതായി പരാതി. സിദ്ദിഖുൽ ഇസ്ലാം മദ്രസ റോഡിൽ കാര്യാടത്ത് ഗഫൂർ മകൻ 23 വയസ്സുള്ള അർഷനാണ് മർദ്ദനമേറ്റത്. വഴിയിലൂടെ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ യുവാവുമായി തർക്കവും തുടർന്ന് കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു. മാതാവിന്റെയും സഹോദരിയുടെയും മുന്നിലിട്ട് മർദ്ദിച്ചുവെന്നാണ് പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റ അർഷനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ വരുമാനം സംഭാവനയായി നൽകാൻ ഒരുങ്ങി കണ്ടാണശ്ശേരിയിലെ ഹോട്ടൽ തന്മയ. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാലയ്ക്ക് സമീപത്ത് പൊതുപ്രവർത്തകനായ AN സജീവൻ നടത്തുന്ന ഹോട്ടലിൽ ഞായറാഴ്ച ലഭിക്കുന്ന വരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുക. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പ്രവർത്തന സമയത്ത് ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്ക് ഭക്ഷണശേഷം ഹോട്ടലിൽ സ്ഥാപിച്ച ബക്കറ്റിൽ ഇഷ്ടമുള്ള പണം നിക്ഷേപിക്കാവുന്നതാണ്. ഹോട്ടലിൽ സ്ഥിരം ഭക്ഷണം കഴിക്കാനെത്തുന്നവരുടെ സ്നേഹകൂട്ടായ്മയാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൈത്താങ്ങാകാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഞായറാഴ്ച രാവിലെ 7:30 സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം ഷീബ ചന്ദ്രനെ പലഹാരപ്പൊതി കൈമാറി ലഭിച്ച തുക ബക്കറ്റിൽ നിക്ഷേപിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KK സതീശൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് അംഗം PK അസീസ്, കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ, പാടശേഖര സമിതി ഭാരവാഹി TA ഉണ്ണികൃഷ്ണൻ, AN സജീവൻ, NP ഷിബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള സ്നേഹകൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി നിരവധി പേർ ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സാധനങ്ങൾ ഹോട്ടലിലേക്ക് സൗജന്യമായി നൽകി. സംഭവത്തെക്കുറിച്ചറിഞ്ഞ ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂരും കുടുംബവും തന്മയ ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ച് ഉദ്യമത്തിൽ പങ്കാളികളായി. CCTV ന്യൂസ് കേച്ചേരി. വേലൂർ സൊസൈറ്റി പാടത്തിന് സമീപം സംസ്ഥാന പാതയിൽ അറവുമാലിന്യം തള്ളുന്നതിനെതിരെ വായും മൂക്കും മൂടിക്കെട്ടി ജനകീയ പ്രതിഷേധം. പ്രദേശത്ത് അറവുമാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, സ്ഥിരം മാലിന്യം നിക്ഷേപിക്കുന്ന ഇവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ സമരം 12ാം വാർഡ് മെമ്പർ CD സൈമൺ ഉദ്ഘാടനം ചെയ്തു. 7ാം വാർഡ് മെമ്പർ വിജിനി ഗോപി, യേശുദാസ് PP, ബെന്നി ഒലക്കെങ്കിൽ, ലോറൻസ് അറക്കൽ, സിജു പാപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. തങ്കച്ചൻ അറക്കൽ, ക്ലീറ്റസ് മാളിയക്കൽ, ഫ്രാൻസിസ് OK തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധം സംഘടിപ്പിച്ച പഞ്ചായത്ത് മെമ്പർമാരും ജനങ്ങളും മാലിന്യം കുഴിച്ചിട്ടു. ചൂണ്ടൽ സെന്ററിലെ ഉണങ്ങിയ മരം യാത്രികർക്ക് ഭീഷണിയാകുന്നു. ചൂണ്ടൽ സെന്ററിലെ വ്യാപാര സമുച്ചയത്തിന് മുന്നിൽ ഉണങ്ങിയ നിലയിൽ കാലങ്ങളായി നിൽക്കുന്ന കൂറ്റൻ പ്ലാവാണ് യാത്രികർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുന്നത്. മരത്തിന്റെ ഉണങ്ങിയ ഭാഗം ഏതു സമയവും നിലംപൊത്താവുന്ന നിലയിലാണ്. ഏറ്റവും തിരക്കേറിയ തൃശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ സെന്ററിലെ ദീർഘദൂര ബസ്സുകളുടെ സ്റ്റോപ്പിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പ്ലാവിന്റെ കൊമ്പുകൾ വർഷങ്ങൾക്ക് മുൻപ് വെട്ടിമാറ്റിയിരുന്നു. ബാക്കി നിർത്തിയ തടിയാണ് ഇപ്പോൾ അടിഭാഗം ദ്രവിച്ച് മുകൾ ഭാഗം പൂർണ്ണമായും ഉണങ്ങിയ നിലയിലായിട്ടുള്ളത്. സമീപത്തെ കെട്ടിടത്തിലെ വ്യാപാരികൾ ജീവന് അപകടം സംഭവിക്കുമോ എന്ന ഭീതിയിലാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. കെട്ടിടത്തോട് ചേർന്ന് നിന്നിരുന്ന കൂറ്റൻ മരം ഇപ്പോൾ 6 സെന്റിമീറ്ററിലധികം നീങ്ങിയതായി സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമ വ്യക്തമാക്കി. മരം ഉണങ്ങിപ്പോയി, മരം ചീഞ്ഞിട്ട് ഒലിച്ചു തുടങ്ങി. മരം ചേർന്ന് കുറേശ്ശെ അകത്ത് മരം പോയി തുടങ്ങി. ഇവിടെ കുത്തി നിൽക്കുന്ന മരമാണത്. പിന്നെ മേലത്തൊക്കെ ഉണങ്ങിയിട്ട് നിൽക്കണത്. എപ്പോഴും ആൾക്കാർ വന്ന് നിൽക്കണത് അവിടെ. വണ്ടിക്കാരായാലും അക്ഷയക്കായാലും കുറേ ആൾക്കാർ വരുന്നത് ആ സ്ഥലത്ത്. അക്ഷയ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് സമീപത്തുള്ള ഉണങ്ങിയ മരം ഭീഷണിയായി മാറിയിട്ട് വർഷങ്ങളായി. മരത്തിനുള്ളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന ദ്രാവകം ഒലിച്ചിറങ്ങുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി വ്യാപാരി ചൂണ്ടിക്കാട്ടി. ജനജീവിതത്തിന് ഭീഷണിയാകുന്ന വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റാൻ അനുമതിയുണ്ടെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകുന്നില്ല. അപകടം സംഭവിക്കുന്നതിന് മുൻപ് അടിയന്തരമായി മരം മുറിച്ചുമാറ്റാൻ ചൂണ്ടൽ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പഞ്ചായത്ത് പരിധിയിലെ അപകട ഭീഷണിയുയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്ന പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിട്ടുള്ള പഞ്ചായത്ത് അധികാരികൾ അപകട ഭീഷണിയുയർത്തുന്ന ഈ മരം മുറിച്ചു നീക്കുമെന്ന പ്രതീക്ഷയാണ് വ്യാപാരികൾക്കുള്ളത്. CCTV ന്യൂസ് കേച്ചേരി. സംസ്ഥാനപാത ചങ്ങരംകുളത്ത് ഓട്ടോറിക്ഷയും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ശനിയാഴ്ച രാത്രി 11 മണിയോടെ ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിക്ക് മുന്നിലായിരുന്നു അപകടം. വാഹനത്തിലെ ഡ്രൈവർമാരായ കോലളമ്പ് സ്വദേശി 68 വയസ്സുള്ള ഖാലിദ്, എടപ്പാൾ മുതൂർ സ്വദേശി 34 വയസ്സുള്ള ഷബീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ചങ്ങരംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. SFI തൃശൂർ ജില്ലാ സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി ഗുരുവായൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ടൗൺ ഹാളിൽ പ്രതിനിധി സമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നും പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ നിന്നുമായി 325 പ്രതിനിധികളും 65 SFI ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കും. ബുധനാഴ്ച ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുസമ്മേളനം, രക്തസാക്ഷി ബലികുടീരങ്ങളിൽ നിന്നുള്ള കൊടിമര പതാക ജാഥകളും അവയുടെ സംഗമവും വേണ്ടെന്ന് വെച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച ആദ്യകാല SFI KSF പ്രവർത്തകരുടെ സംഗമം നടക്കും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് നഗരസഭാ ലൈബ്രറി ഹാളിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ KV അബ്ദുൽ ഖാദർ, രക്ഷാധികാരി M കൃഷ്ണദാസ്, TT ശിവദാസൻ, ജിഷ്ണു സത്യൻ, T അഭിജിത്ത്, അനഘ രാജേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. അബദ്ധത്തിൽ കുളത്തിൽ വീണ ഐഫോൺ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 2ാം വാർഡ് തച്ചൻപുറം റോഡരികിലെ ഉപയോഗശൂന്യമായ കുളത്തിലാണ് പടിഞ്ഞാറങ്ങാടി സ്വദേശി റിൻഷാദിന്റെ 1 ലക്ഷം രൂപയോളം വില വരുന്ന ഐഫോൺ അബദ്ധത്തിൽ വീണത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം ഫയർ സ്റ്റേഷൻ ഓഫീസർമാരായ ആദർശ്, ഹരിക്കുട്ടൻ, നിഷാദ് എന്നിവർ ചേർന്ന് കുളത്തിൽ നിന്നും ഫോണെടുത്ത് ഉടമയ്ക്ക് നൽകി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആരംഭിച്ച അഭയഭവൻ വയോജന കേന്ദ്രം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഭദ്രാസനത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു. മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയും യൂലിയോസ് മെത്രാപ്പോലിത്തയും സംയുക്തമായി അഭയഭവൻ ആശീർവദിച്ചു. കോട്ടപ്പടി അങ്ങാടി റോഡിൽ ചെമ്മണ്ണൂർ ഡേവിഡ്സൺ മെമ്മോറിയൽ ആശുപത്രി കെട്ടിടത്തിലാണ് അഭയഭവൻ പ്രവർത്തനം ആരംഭിച്ചത്. വിവാഹം കഴിക്കാത്തവരോ മക്കളില്ലാത്തവരോ ആയ വയോജനങ്ങളെ സൗജന്യമായിട്ടാണ് സംരക്ഷിക്കുക. പൊതുസമ്മേളനത്തിൽ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA മുഖ്യാതിഥിയായി. ഭദ്രാസനം സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, ഡോക്ടർ സന്തോഷ് ഗീവർ, ഫാദർ ജോൺ ഐസക്, ഫാദർ വർഗീസ് ലാൽ, ദിവ്യ, അബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന മുത്തമ്മാവ് കുണ്ടുകടവ് റോഡ് സ്വദേശി റിൻഷാദിനെ നക്ഷത്ര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കൈത്താങ്ങ്. റിൻഷാദ് സഹായ സമിതി ചെയർപേഴ്സണും ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ വിജിത സന്തോഷിന് നക്ഷത്ര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി അംഗങ്ങൾ 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. സൊസൈറ്റി പ്രസിഡന്റ് ഷെലിനോ എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ KV രവീന്ദ്രൻ, സിന്ധു അശോകൻ, ഹസീന, പൊതുപ്രവർത്തകരായ ജോഷി ഫ്രാൻസിസ്, EV ജോയ്, KA ഉണ്ണികൃഷ്ണൻ, PM യഹിയ, മേരി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് മുത്തു ഒരുമനിയൂർ സ്വാഗതവും നിയാസ് PV നന്ദിയും പറഞ്ഞു. തെരുവു നായ്ക്കളുടെ കാലിൽ രോഗം പടരുന്നു. പഴഞ്ഞി, അരുവായി, ജെറുസലേം മേഖലയിലെ തെരുവു നായ്ക്കളുടെ മുൻകാലുകൾക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. കാലിനെ ബാധിച്ച രോഗം മൂലം ഇവയ്ക്ക് നടക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. പല ഭാഗങ്ങളിലും രോഗം ബാധിച്ച നായ്ക്കളെ വ്യാപകമായി കാണാനുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. രോഗം വ്യാപിക്കുന്നതിന് മുൻപ് തെരുവു നായ്ക്കൾക്ക് പ്രതിരോധ വാക്സിൻ നൽകുവാൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചൊവ്വനൂർ സെന്റ് തോമസ് ചർച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഫാദർ ബാബു ചേലപ്പാടൻ അനുസ്മരണം തിങ്കളാഴ്ച നടക്കും. രാവിലെ ദേവാലയത്തിൽ അനുസ്മരണ ദിവ്യബലി, ഒപ്പീസ്, പുഷ്പാർച്ചന എന്നിവ ഉണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പൊതിച്ചോറ് വിതരണവും ഉണ്ടാകും. സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വ ബോധത്തോടെ ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് കുന്നംകുളത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുറുക്കൻപാറ ഗ്രീൻ പാർക്ക് സ്റ്റഡി സെന്ററിൽ നടന്ന ക്ലാസ്സിന് KSW MP വിഭാഗം സോഷ്യൽ ഡെവലപ്മെന്റ് വിഭാഗത്തിലെ രവികുമാർ, സോഷ്യൽ ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ബിജീഷ്, സോഷ്യൽ അസോസിയേറ്റ് അഞ്ജന എന്നിവർ നേതൃത്വം നൽകി. ക്ലാസുകൾക്ക് ശേഷം ഗ്രൂപ്പ് ചർച്ചയും ഉണ്ടായി. നഗരസഭ ആരോഗ്യ വിഭാഗം സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ A രഞ്ജിത്ത്, KSW MP എഞ്ചിനീയർ CK മൊഹസിന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PS സജീഷ്, ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ TV മഞ്ജു എന്നിവർ സംബന്ധിച്ചു. കോതച്ചിറ സ്വദേശി രാജൻ മാസ്റ്ററുടെ പ്രഥമ കഥാസമാഹാരമായ ഗായത്രി എൻ്റെ ശിഷ്യ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ഗണിതാധ്യാപകനായി ആനക്കര സർക്കാർ വിദ്യാലയത്തിൽ നിന്നും വിരമിച്ച രാജൻ മാസ്റ്റർ തന്റെ വിദ്യാഭ്യാസകാലത്തും അധ്യാപന കാലഘട്ടങ്ങളിലുമായി നേടിയ അനുഭവങ്ങൾ കോർത്തിണക്കിയ 18 ചെറുകഥകളാണ് പുസ്തകത്തിലുള്ളത്. കൂറ്റനാട് സാഹിത്യ കൂട്ടായ്മയും വായനാപ്രേമികളും ചേർന്ന് വട്ടേനാട് ഗവൺമെന്റ് ലോവർ പ്രൈമറി വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച സാഹിത്യ സാംസ്കാരിക പ്രതിഭാസംഗമത്തിൽ പുസ്തകം പ്രകാശനം ചെയ്തു.
ആരോടും യാത്ര പറയാതെ ഒരു ഒറ്റപ്പെട്ട ഒരു അധ്യാപകൻ്റെ ആത്മവിമർശനത്തിൻ്റെ നീക്കലുകൾ എനിക്ക് രാജന്മാഷോട് അസൂയ തോന്നുന്നതാണ്. കാരണം നാരായണ മാഷ ഞാനൊക്കെ ഇത് അനുഭവിച്ചവരാണ്. ഈ പൊള്ള വാക്കുകളുമായിട്ടുള്ള യാത്രയയപ്പുകൾ സാഹിത്യ സാംസ്കാരിക സാമൂഹിക മേഖലയിലെ പ്രഗത്ഭരായ VT വാസുദേവൻ, ആര്യൻ കണ്ണന്നൂർ, VP ഐദ്രു, KP ശൈലജ, TR നാരായണൻ, UK ഗോപാലകൃഷ്ണൻ, N പ്രദീപ് കുമാർ, ജയശ്രീ ടീച്ചർ തുടങ്ങിയവർ പുസ്തകാവലോകനം നടത്തി. ഗായത്രി എൻ്റെ ശിഷ്യ എന്ന പുസ്തകത്തിലൂടെ എഴുത്തിൻ്റെ ലോകത്തേക്ക് പ്രവേശിച്ച കോതച്ചിറ രാജൻ മാസ്റ്റർക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാരംഗം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ടാക്സി പാർക്കിന് സമീപം നടത്തിയ ധർണ FSETO ജില്ലാ പ്രസിഡന്റ് സാജൻ ഇഗ്നേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ഡെന്നിസ് ഡേവിഡ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താലൂക്ക് സെക്രട്ടറി CS രഘുനന്ദനൻ, യൂണിയൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PG കൃഷ്ണകുമാർ, NGO ഏരിയ പ്രസിഡന്റ് KM വിനീത്, അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്ദേശവുമായി വിവിധ ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറ ആഘോഷിച്ചു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും അനുബന്ധ ചടങ്ങുകളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ക്ഷേത്രമേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നെൽക്കതിർ കറ്റകൾ നാലമ്പലത്തിനകത്ത് നമസ്കാര മണ്ഡപത്തിൽ പൂജിച്ചു. തുടർന്ന് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. പ്രത്യേക നിവേദ്യമായ തൃപ്പുത്തരി പായസവും വിതരണം ചെയ്തു. ക്ഷേത്രത്തിലെത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ഏർപ്പാടാക്കിയിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പള്ളി, ട്രഷറർ ഭാസ്കരകുറുപ്പ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തൃപ്പുത്തിരി പായസ നിവേദ്യവും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ അരുൺ നമ്പൂതിരി, മേൽശാന്തി തേലക്കാട്ടുമന കൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തി ജയൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് ശേഷം പുത്തരിപ്പായസം, നെൽക്കതിരുകൾ എന്നീ പ്രസാദങ്ങൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. ക്രമീകരണങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് പ്രഭാകരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് കരുണപ്രസാദ്, ട്രഷറർ MG മനോഹരൻ, മാനേജിംഗ് ട്രസ്റ്റി ശശിധര രാജ എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ ശ്രീ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. ക്ഷേത്രം മേൽശാന്തി രാജീവ് നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ച് ക്ഷേത്രപ്രദക്ഷിണത്തിനും പൂജാകർമ്മങ്ങൾക്കും ശേഷം നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഇല്ലം നിറ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ക്ഷേത്രം ഭാരവാഹികളായ KK ആനന്ദൻ, ബിനു K ബാലകൃഷ്ണൻ, മോഹനൻ നായർ, KK രമേശ്, ഹരിദാസ് വെള്ളാണ്ടത്ത് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കിഴൂർ ശ്രീകാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ മേൽശാന്തി ബിനീഷ് കതിർക്കറ്റയേന്തി ക്ഷേത്രപ്രദക്ഷിണം നടത്തി. ക്ഷേത്രത്തിനകത്ത് കറ്റകൾ പൂജിച്ചു. തുടർന്ന് പൂജിച്ച നെൽക്കതിർ ഭക്തർക്ക് വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് PG റോയ്, ജനറൽ സെക്രട്ടറി മധു K നായർ, ട്രഷറർ K ദിനേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി MP പ്രകാശ്, ഓഡിറ്റർ രേഷ്മ സതീഷ് തുടങ്ങി കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. കാണിപ്പയ്യൂർ ഉഭയൂർ ശിവക്ഷേത്രത്തിൽ ആനയൂട്ടും ഗണപതി ഹോമവും നടന്നു. ആനയൂട്ടിന് വടക്കുംപാട്ട് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ 40 വർഷത്തിലേറെയായി രാമായണ പാരായണം നടത്തുന്ന തത്തനാട്ടെ രഞ്ജിത്തിനെയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷ പാസായ ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റിന്റെ മകൻ ശ്രീഹരിയെയും ക്ഷേത്രമൂരാളനും ഭാരവാഹികളായ പാലാട്ട് ഉണ്ണികൃഷ്ണ മേനോൻ, ഹരിദാസൻ, നിമിലാകരൻ, ശിവദാസൻ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്ന് ആദരിച്ചു. എടവന കേശവൻ നമ്പൂതിരി, സിനിമാ സീരിയൽ നടനും അയ്യങ്കുളങ്ങര ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റുമായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി എന്നിവർ മൊമെന്റോ നൽകി. കാണിപ്പയ്യൂർ മാന്തോപ്പ് ഇടവന ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആനയൂട്ട്, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഗജപൂജ എന്നിവ അതിവിപുലമായി നടന്നു. കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ശ്രീ വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമികൾ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ചേർന്ന് ക്ഷേത്രനടയിലെ ആൽത്തറയിൽ നിന്ന് കതിർക്കറ്റകൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. മേൽശാന്തി ശ്രീരുദ്രൻ നമ്പൂതിരി ലക്ഷ്മീനാരായണ പൂജ നടത്തിയ ശേഷം ശ്രീകോവിലുകളിൽ നിറ നടത്തി. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ദേവസ്വം ചെയർമാൻ JK പ്രകാശൻ, മെമ്പർ KK ഗോവിന്ദദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പയ്യൂർക്കാവ് ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്ക് നട തുറന്നതിനെ തുടർന്ന്
5:30 മുതൽ 7:30 വരെ മഹാഗണപതി ഹോമവും അതിനുശേഷം ഉഷപൂജയും നടന്നു. 8:30 മുതൽ 9:15 വരെ ഇല്ലം നിറ ചടങ്ങുകളും നടന്നു. തുടർന്ന് ഭക്തർക്ക് പൂജിച്ച കതിരുകളുടെ വിതരണവും ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി രാജൻ തിരുമേനി മുഖ്യകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് സുധാകരൻ പാലിയത്ത്, സെക്രട്ടറി രാകേഷ് പയ്യൂർമന, ട്രഷറർ പി ബൈജു, ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങളും സംബന്ധിച്ചു. പുതുശ്ശേരി അയ്യംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ നട തുറന്ന ശേഷം പൂജാതി കർമ്മങ്ങളെ തുടർന്ന് ഇലം നിറ ചടങ്ങുകൾ നടന്നു. മേൽശാന്തി പട്ളയിലത്ത് രമേശ് ഭട്ട് കതിർക്കറ്റകൾ തലയിലേന്തി ക്ഷേത്രപ്രദക്ഷിണം നടത്തി. നമസ്കാര മണ്ഡപത്തിൽ സമർപ്പിച്ച കതിർക്കറ്റകൾ പൂജ നടത്തിയ ശേഷം ഭഗവതിക്ക് സമർപ്പിച്ചു. തുടർന്ന് പൂജിച്ച കതിരുകൾ ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്തു. ക്ഷേത്രസമിതി ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെലക്കാട്ട് പയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ആനയൂട്ടും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. രാവിലെ നട തുറക്കലിനു ശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. 8 മണിക്ക് ഇല്ലം നിറ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ക്ഷേത്രം ശാന്തി ഷാജി ഇരിങ്ങാലക്കുട കതിർക്കറ്റകൾ തലയിലേന്തി ക്ഷേത്രപ്രദക്ഷിണം നടത്തി. നമസ്കാര മണ്ഡപത്തിൽ സമർപ്പിച്ച കതിർക്കറ്റകൾ പൂജിച്ച ശേഷം ഭഗവതിക്ക് സമർപ്പിച്ചു. തുടർന്ന് കതിർക്കറ്റകൾ ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്തു. രാവിലെ 11:30 ക്ഷേത്രത്തിൽ ആനയൂട്ട് ചടങ്ങുകളും നടന്നു. ക്ഷേത്രത്തിലെത്തിയ കൊമ്പൻ ഗോപികൃഷ്ണയ്ക്ക് ഗജപൂജയ്ക്കു ശേഷം മേൽശാന്തി ആദ്യ നൽകി. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും പ്രത്യേകം തയ്യാറാക്കിയ ഉരുളകളും പഴവർഗ്ഗങ്ങളും ആനയ്ക്കു നൽകി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സോമരാജ്, KB മണികണ്ഠൻ, അശോകൻ കുന്നത്തുള്ളി എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി, കുട്ടഞ്ചേരി, ആലിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ഔഷധകഞ്ഞി വിതരണവും നടന്നു. രാവിലെ മഹാഗണപതി ഹോമം, ഭഗവത് സേവ, വിശേഷാൽ പൂജകളും ഉണ്ടായി. തന്ത്രി രാജീവ് പഴവൂർ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ രാജേഷ് കുട്ടഞ്ചേരി, KC ബാലൻ, അശോകൻ, അജേഷ് എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾക്കു ശേഷം മേൽശാന്തി പ്രകാശൻ നമ്പൂതിരി കതിർക്കറ്റകൾ ക്ഷേത്രത്തിലേക്ക് ഏറ്റുവാങ്ങി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് PT സുരേന്ദ്രൻ കതിർക്കറ്റകൾ വിതരണം ചെയ്തു. നൂറുകണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരവാഹികളായ V ഭാസ്കരൻ, KS ധനഞ്ജയൻ, PB പ്രസാദ്, KS ഗോപി, ഉമേഷ് കൊടമന, CK പരമൻ, ഗോപി കിഴക്കുമുറി, CM സജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറമനേങ്കാട് ശ്രീ കുറിഞ്ചൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷേത്രം മേൽശാന്തി രാമസ്വാമി അയ്യരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നെൽക്കതിരുകൾ ഭഗവാനെ പൂജിച്ച ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് അച്യുതൻ നായർ, സെക്രട്ടറി സുരേഷ്, രാധാകൃഷ്ണൻ, മധുസൂദനൻ, രാംദാസ്, ജനു, ശ്യാമള, തങ്കമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. മരത്തംകോട്, പുതിയമാത്തൂർ, ചിറക്കൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്കു ശേഷം രാജ്കമൽ പ്ലാക്കുടി, സുബ്രഹ്മണ്യൻ തിരുമേനി എന്നിവർ ചേർന്ന് കതിർക്കറ്റകൾ ക്ഷേത്രത്തിലേക്ക് ഏറ്റുവാങ്ങി. തുടർന്ന് കറ്റകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ഭാരവാഹികളായ ശങ്കരനാരായണൻ തിരുമേനി, ജയരാജൻ തിരുമേനി, ഹൃദയൻ, ജിനീഷ് നായർ, ഹരി കോനേത്ത്, സജിത് കുണ്ടുളി എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് പൊറ്റാംകുന്ന് ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ആഘോഷിച്ചു. തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെയും മേൽശാന്തി സച്ചിൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വെള്ളറക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ഘോഷയാത്രയും നടന്നു. മേൽശാന്തി വിഷ്ണുമൂർത്തി മുഖ്യകാർമ്മികത്വം വഹിച്ചു. രാമായണ സപ്താഹത്തിന് സമാപനം കുറിച്ച് പദശേഖ പാരായണവും TS മായദാസിന്റെ പ്രഭാഷണവും നടന്നു. നെല്ലുവായ് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭഗവത് സേവ എന്നിവ നടന്നു. പൂജകൾക്ക് മേൽശാന്തി നാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു. കിടങ്ങൂർ ശ്രീ കാർത്യാനി ദേവി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലനിറ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി പെരുമ്പിള്ളി നാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഭക്തജനങ്ങൾക്ക് ഔഷധ കഞ്ഞി വിതരണം ചെയ്തു. ക്ഷേത്രം ഊരാളൻ സജീവ് ചാത്തനാത്ത്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുധാകരൻ കാണങ്കോട്ട്, ഭാരവാഹികളായ പരമേശ്വരൻ ഈച്ചരത്ത്, സുരേഷ്, ശശി, പ്രദീപ് ദാസ്, അനിൽ MR തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമുച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമവും പ്രസാദ ഊട്ടും നടന്നു. രാവിലെ ക്ഷേത്ര ഗണപതി ക്ഷേത്രത്തിന് മുമ്പിലാണ് മഹാഗണപതി ഹോമം ഉണ്ടായത്. തന്ത്രി കീഴ്മുണ്ടിയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യകാർമ്മികനായി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പൂമൂടൽ, നിത്യപൂജ, ഭഗവത് സേവ, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് നടുവിൽ മഠത്തിൽ ശ്രീനിവാസ അയ്യർ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, KS ബാബു, MGS നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കരിക്കാട് ഭട്ടിമുറി ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ ഇല്ലനിറയുടെ ഭാഗമായുള്ള പ്രത്യേക പൂജകൾക്ക് ശേഷം മേൽശാന്തി അനിൽ നമ്പൂതിരി കതിർക്കറ്റകൾ തലയിലേറ്റി ക്ഷേത്രപ്രദക്ഷിണം നടത്തി നമസ്കാര മണ്ഡപത്തിൽ സമർപ്പിച്ച് കതിർക്കറ്റകളിൽ പൂജ നടത്തിയ ശേഷം ഭഗവതിക്കും ഉപദേവന്മാർക്കും സമർപ്പിച്ചു. തുടർന്ന് പൂജിച്ച കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു.
ഇല്ലം നിറ ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് BTN വിജയൻ നമ്പൂതിരി, സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 14-നാണ് ക്ഷേത്രത്തിലെ നിറപ്പുത്തിരി ആഘോഷം. അഗതിയൂർ ചേന്നപുരം ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഇല്ലംനിറ ആഘോഷത്തിന് ക്ഷേത്ര മേൽശാന്തി ദീപക് ആചാര്യ നേതൃത്വം നൽകി. ഭരണസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ഇല്ലംനിറ ആഘോഷത്തിൽ പങ്കെടുത്തു. കടവലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇല്ലംനിറ ചടങ്ങുകൾ ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം തുടങ്ങി. ക്ഷേത്ര ഗോപുരനടയിൽ നിന്ന് ശാന്തിക്കാരായ മഹീന്ദ്രൻ നമ്പൂതിരിയും വിഷ്ണു നമ്പൂതിരിയും ചേർന്ന് കതിർക്കറ്റകൾ തലയിലേന്തി ക്ഷേത്ര പ്രദർശനത്തിന് ശേഷം നമസ്കാര മണ്ഡപത്തിൽ സമർപ്പിച്ച് പൂജ നടത്തി ഭഗവാനും ഉപദേവന്മാർക്കും സമർപ്പിച്ചു. തുടർന്ന് നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലംനിറ ആഘോഷത്തിന് മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി നേതൃത്വം നൽകി. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാവിലക്കാട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ആനയൂട്ടും ഇല്ലംനിറയും നടന്നു. കൂടാതെ പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയ്ക്ക് ഗജരാജ പട്ടം നൽകി ആദരിച്ചു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. വടക്കേക്കാട് കപ്പിളിയങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലംനിറയും ആധ്യാത്മ പ്രഭാഷണവും ഔഷധക്കഞ്ഞി വിതരണവുമാണ് നടന്നത്. ആഗസ്റ്റ് 11-ന് കർക്കടകം 27 ഞായറാഴ്ച രാവിലെ ചടങ്ങുകൾ ആരംഭിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും ഇല്ലംനിറയ്ക്കും ക്ഷേത്രം തന്ത്രി മുല്ലപ്പിള്ളി മനക്കൽ ശശിധരൻ ഭട്ടതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി മുകേഷ് ശരത് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 9 മണി മുതൽ 10 മണി വരെ റിട്ടയർഡ് DYSP KB സുരേഷ് ആധ്യാത്മിക പ്രഭാഷണം നിർവഹിച്ചു. തുടർന്ന് ഔഷധക്കഞ്ഞി വിതരണമുണ്ടായി. 100-ൽ പരം ഭക്തജനങ്ങൾ പങ്കെടുത്ത രാമായണ മാസാചരണം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം ട്രസ്റ്റി മണപ്പുറം ദിവാകരൻ രാജ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രമോദ് കിളിയാംപറമ്പിൽ, സെക്രട്ടറി ധനേഷ് താമരശ്ശേരി, ട്രഷറർ വസന്തൻ മൂക്കനാംകുളങ്ങര, മാതൃസമിതി പ്രസിഡന്റ് നിർമ്മല മണികണ്ഠൻ, ഭാരവാഹികളായ അശോകൻ, വിജയൻ, ഓഫീസ് കോർഡിനേറ്റർ പ്രജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണം സംഘടിപ്പിച്ചു. ഉമ്മുൽ ഗുവൈൻ KMCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്കർ അലി തിരുവത്ര ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ കാനാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PM അനസ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ ലത്തീഫ് പാലിയൂർ, MSF ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലിയൂർ, MSF മണ്ഡലം ട്രഷറർ സബാഹ് താഴത്ത്, യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഹാഷിം മാലിക, ലീഗ് ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കുന്നംകുളം ഇന്ദിരാഭവന്റെ പുനർനിർമ്മാണത്തിന് തുടക്കമാകുന്നു. കോൺഗ്രസിന്റെ കുന്നംകുളത്തെ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ കാലപ്പഴക്കത്താൽ ശോചനീയമായ സാഹചര്യത്തിലാണ് നവീകരണത്തിനായി കളമൊരുങ്ങുന്നത്. പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാരനെ ആകെ നിർമ്മാണ തുകയുടെ പ്രാരംഭ ഫണ്ട് കൈമാറി. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസിന്റെ പഴയകാല പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ഗീവർ മാസ്റ്ററുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ മകനും വിദേശത്തും സ്വദേശത്തും ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഡോക്ടർ സന്തോഷ് ഗീവറാണ് കെട്ടിട നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. എക്സ്ട്രീം ബിൽഡേഴ്സാണ് നിർമ്മാണ പ്രവർത്തികൾ നിർവഹിക്കുന്നത്. നിർമ്മാണ പ്രവർത്തികളുടെ ആദ്യ ഗഡു സന്തോഷിൽ നിന്ന് എക്സ്ട്രീം ബിൽഡേഴ്സ് MD ബെൻസൺ വിൻസെന്റ് ഏറ്റുവാങ്ങി. 4 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കുന്നംകുളം ഇന്ദിരാഭവനിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ സന്തോഷ് ഗീവറിനെ KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി പൊന്നാട അണിയിച്ചു. സന്തോഷിന്റെ മാതാവ് ഗ്രേസി ടീച്ചർ, മുൻകാല കോൺഗ്രസ് നേതാവ് ബേബി എന്നിവരെയും ആദരിച്ചു. DCC സെക്രട്ടറിമാരായ KC ബാബു, CIT മാത്യു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB രാജീവ്, കുന്നംകുളം മണ്ഡലത്തിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, മുൻ നഗരസഭാ ചെയർമാൻമാരായ CV ബേബി, TK സുബ്രഹ്മണ്യൻ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു C ബേബി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെറിൻ P രാജു, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ മധു K നായർ, രാജൻ അണ്ണേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 1986-ലാണ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റി ഓഫീസായ ഇന്ദിരാഭവൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ ഉദ്ഘാടനം ചെയ്തത്. ഒറ്റ നിലയിൽ പ്രവർത്തിച്ചിരുന്ന പാർട്ടി ഓഫീസ് വർഷങ്ങൾക്ക് ശേഷം കാലപ്പഴക്കത്താലും സൗകര്യങ്ങളുടെ അപര്യാപ്തതയാലും ക്ഷയോന്മുഖമായ സാഹചര്യത്തിലാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി 1 മാസത്തിന് മുൻപ് ചുമതലയേറ്റ PI തോമസിന്റെ ശ്രമഫലമായി കെട്ടിടത്തിന്റെ പുനരുദ്ധാരണത്തിനായി നടപടികളായത്. CCTV ന്യൂസ് കുന്നംകുളം. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലം വടക്കേക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. തണ്ടേങ്കാട്ടിൽ പുഷ്കരന്റെ അധ്യക്ഷതയിൽ നായരങ്ങാടി ETH മെമ്മോറിയൽ ഹാളിൽ നടന്ന യോഗത്തിൽ ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ KM പ്രകാശൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു.
PN മുരളി, പ്രവീൺ കുന്നമ്പഴത്ത്, VR ജിതേഷ് എന്നിവർ പങ്കെടുത്തു. ഈ മാസം 26-ന് വൈകിട്ട് 4 മണിക്ക് കരുവമ്പായി പൂളത്ത് ക്ഷേത്രത്തിൽ നിന്ന് ശോഭായാത്ര ആരംഭിച്ച് 6 മണിക്ക് മൂന്നാംകല്ല് പത്മനാഭപുരം ക്ഷേത്രത്തിൽ സമാപിക്കും. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി രാധാകൃഷ്ണ വേഷധാരികൾ, ഗോപികാ നൃത്തം തുടങ്ങിയവ ശോഭായാത്രയിൽ അണിനിരക്കും. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായി അധ്യക്ഷൻ പുഷ്കരൻ തണ്ടേങ്കാട്ടിൽ, ഉപാധ്യക്ഷൻ T മുകുന്ദൻ, പൊതുകാര്യദർശി പ്രജീഷ് മടപ്പാട്ടിൽ, ആഘോഷ പ്രമുഖ് P ഗോകുൽ, ട്രഷറർ ഷാജൻ വൈലത്തൂർ, ശോഭായാത്ര പ്രമുഖ് ശ്രീകുട്ടൻ തുടങ്ങിയവരെ യോഗം തെരഞ്ഞെടുത്തു. ശതാബ്ദി ആഘോഷിക്കുന്ന പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിലെ ഓർമ്മകൾ ഒന്നിക്കുന്നു എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 94 വയസ്സുള്ള പൂർവ്വ വിദ്യാർത്ഥിയും സ്കൂളിലെ അധ്യാപികയുമായിരുന്ന EV മാർഗരറ്റ് സംഗമം ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് PG സുബിദാസ് അധ്യക്ഷനായി. സെക്രട്ടറി ജോഷി കൊമ്പൻ, പ്രധാന അധ്യാപകൻ CF ഷാജു, ഡോക്ടർ സെയ്ദ് മുഹമ്മദ്, CF രാജൻ, ബിജു സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആഗസ്റ്റ് 11 കാലിഗ്രഫി ദിനം. എഴുത്തുമായി ബന്ധപ്പെട്ട കാലിഗ്രഫി എന്ന കലാരൂപം ബ്രഷ്, മൂർച്ചയുള്ള എഴുത്തുപകരണം എന്നിവ ഉപയോഗിച്ച് എഴുത്തുകൾ ഡിസൈൻ ചെയ്യുകയും എഴുതുകയും ചെയ്യുന്ന കലയാണ്. BC 4-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ കല ഇപ്പോൾ ആർട്ട് രൂപത്തിലാണുള്ളത്. പരമ്പരാഗത കാലിഗ്രഫി ടൈപ്പോഗ്രാഫിയിൽ നിന്നും നോൺ ക്ലാസിക്കൽ ഹാൻഡ് ലൈറ്ററിങ്ങിൽ നിന്നും വ്യത്യസ്തമാണ്. കല്യാണക്കുറികൾ, ചടങ്ങുകളുടെ കുറികൾ, ഫോണ്ട് ഡിസൈൻ ആൻഡ് ടൈപ്പോഗ്രഫി, യഥാർത്ഥ കയ്യക്ഷര ലോഗോ ഡിസൈൻ, മതപരമായ കലകൾ, അറിയിപ്പുകൾ, ഗ്രാഫിക് ഡിസൈൻ എന്നിങ്ങനെ കാലിഗ്രഫി ഈ കാലത്ത് വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. സിനിമകളിലും TV പരിപാടികളിലും നീങ്ങുന്ന ചിത്രങ്ങൾക്കായും ടെസ്റ്റിമോണിയലുകൾക്കും ജനനമരണ സർട്ടിഫിക്കറ്റുകൾക്കും മാപ്പുകൾക്കും മറ്റ് എഴുത്ത് ജോലികൾക്കും കാലിഗ്രഫി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിൽ രൂപകൽപ്പന ചെയ്ത പെൻ ഉപയോഗിച്ചാണ് കാലിഗ്രഫിയുടെ സജ്ജീകരണം. നല്ല ആർട്ട് വർക്കുകൾക്ക് വിപണിയിൽ ധാരാളം ആവശ്യക്കാരുമുണ്ട്. പൊതുവെ കാലാഹരണത്തിന്റെ പാതയിലാണെങ്കിലും പൗരാണികത ഇഷ്ടപ്പെടുന്നവർക്ക് കാലിഗ്രഫി ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കലാരൂപം തന്നെയാണ്. CCTV ന്യൂസ്, പുന്നിയൂർക്കുളം. വിശുദ്ധ ദേവമാതാവിന്റെ ശൂനായോ നോമ്പ് പെരുന്നാളിന്റെ 11-ാം ദിവസത്തിൽ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ റവറൻ ഡോക്ടർ ജോർജ് മാമൂട്ടിൽ കോറെപ്പിസ്കോപ്പ പ്രഭാത നമസ്കാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കും മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ സഹകാർമ്മികരായി. കുർബാനാനന്തരം സംഗീതത്തിൽ ശാസ്ത്രീയമായി ജ്ഞാനമുള്ള എപ്പിസ്കോപ്പ പള്ളിയിലെ കൊയർ അംഗങ്ങൾക്കും വിശ്വാസികൾക്കും ശ്രുതിയും ലയവും താളവും സമന്വയിപ്പിച്ച ഗാനാർച്ചന നടത്തേണ്ട രീതികളെക്കുറിച്ച് പറഞ്ഞും പാടിയും മനസ്സിലാക്കി കൊടുത്തു. 11-ാം ദിന നോമ്പാചരണത്തിന് കൈസ്ഥാനി സന്തോഷ് ജെയിംസ്, സെക്രട്ടറി സിൻഡോ K ഷീമോൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആത്മീയ സംഘടന ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കരമനങ്ങാട് ശ്രീ പാലഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ കൂട്ടമൃത്യുഞ്ജയ ഹോമം നടന്നു. മേൽശാന്തി ചെറുകുന്നത്ത് മന ശങ്കരനാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ CM രാധാകൃഷ്ണൻ, KM രമേശ്, VR സുധീഷ്, VR സുനീഷ്, അനിയൻ നായർ, ഉഷ ഉണ്ണി, VR നാരായണൻ, ഗിരീഷ്, പാറുകുട്ടി അമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുനുമച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലെ ജനറൽ സർജൻ ഡോക്ടർ ഷാജി ഭാസ്കർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ഔഷധ കഞ്ഞിക്കുട്ടിന്റെ വിതരണോദ്ഘാടനം അഷ്ടാംഗം ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആലത്തിയൂർ നാരായണൻ നമ്പി നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കുന്നംകുളം താലൂക്ക് സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ NS ആരാധന, ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം, ചൂണ്ടൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, പഞ്ചായത്ത് അംഗങ്ങളായ KT ബാലകൃഷ്ണൻ, ജൂലറ്റ് വിനു, NS ജിഷ്ണു, നാൻസി ആന്റണി, മാഗി ജോൺസൺ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, ഷീബ ചന്ദ്രൻ, ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ നമ്പി, മുൻ പ്രസിഡന്റ് MB പ്രവീൺ, സെക്രട്ടറി KJ ബിജു എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി, SNA ഔഷധശാല, തൃശൂർ ആര്യ ഐ കെയർ, ഡോക്ടർ നജ്മ ഷിനാസ് യുനാനി ചികിത്സ, ഡോക്ടർ ER രവി ഹോമിയോ ചികിത്സ എന്നീ സംവിധാനങ്ങളാണ് മെഗാ മെഡിക്കൽ ക്യാമ്പിൽ സജ്ജമാക്കിയിരുന്നത്. ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ച് 75 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് ചൂണ്ടൽ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സൗജന്യ മരുന്ന് വിതരണവും ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണവും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി.
UDF ചാലിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേ പട്ടിശ്ശേരിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും ചാലിശ്ശേരി പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വിജേഷ് കുട്ടന് സ്വീകരണവും നൽകി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലയുടെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PES സലാം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PI യൂസഫ്, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ PC ഗംഗാധരൻ, AM ഷെഫീഖ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ ഗോപിനാഥൻ പാലഞ്ചേരി, KM ചന്ദ്രശേഖരൻ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, ജനറൽ സെക്രട്ടറി ഹാഷി മച്ചാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. പ്രകൃതിക്ഷോഭത്താൽ തകർന്നടിഞ്ഞ വയനാട്ടിലെ ദുരിത മേഖലയിലേക്ക് സഹായ പ്രവാഹങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഒറ്റയ്ക്കും കൂട്ടമായും വ്യക്തികളും സംഘടനകളും ഹൃദയപൂർവ്വം സഹായങ്ങൾ എത്തിക്കുമ്പോൾ സഹജീവി സ്നേഹത്തിലും കരുതലിലും നന്മയുള്ള കേരളം ലോകത്തിന് മാതൃകയാവുകയാണ്. വിശദാംശങ്ങളിലേക്ക്. ചാവക്കാട് മുല്ലത്തറ ജീവകാരുണ്യ സമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകി. സമിതി ഭാരവാഹികൾ 50,000 രൂപയുടെ ചെക്ക് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന് കൈമാറി. സെക്രട്ടറി CN പ്രസാദ് ചാപ്പറമ്പ്, ട്രഷറർ AV സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. സമൂഹമാധ്യമ പേജുകളിലെ അഡ്മിന്മാരുടെ കൂട്ടായ്മയായ കേരള പേജ് അഡ്മിൻസിന്റെ നേതൃത്വത്തിൽ കളിപ്പാട്ട വണ്ടി വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ദുരന്തബാധിത പ്രദേശത്തെ കുട്ടികൾക്ക് നൽകാനായി കളിപ്പാട്ടങ്ങളും ഡയപ്പറുകളും മറ്റും ശേഖരിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് സിനിമാ താരങ്ങളായ തെസ്നിഖാനും സോഹൻ സീനുലാലും ചേർന്നാണ് നിർവഹിച്ചത്. കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ തൃശൂരിൽ നിന്നും അവശ്യവസ്തുക്കൾ ശേഖരിച്ചാണ് കളിപ്പാട്ട വണ്ടി വയനാടെത്തുക. മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് തന്റെ കുടുക്കയിൽ ശേഖരിച്ചു വെച്ചിരുന്ന കൊച്ചു സമ്പാദ്യം കൈമാറി കൊച്ചുമിടുക്കി എലിസ ഫാത്തിമ. പൊന്നൂർകുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK മൊയ്തുണ്ണിയുടെ ചെറുമകളാണ് ആയിഷു എന്ന എലിസ ഫാത്തിമ. ചടങ്ങിൽ ഹുസൈൻ വലിയകത്ത്, TM ഇല്യാസ്, CM ഗഫൂർ, സുലൈമാൻ തെങ്ങിൽ, KH ആബിദ്, മുക്താർ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിനായി ക്ഷേമ പെൻഷൻ തുക നൽകി ചാലിശ്ശേരി പെരുമണ്ണൂർ ചൗച്ചേരി സ്വദേശി ചാത്തപ്പൻ മകൻ ശങ്കരൻകുട്ടി മാതൃകയായി തനിക്ക് ലഭിച്ച ഒരു മാസത്തെ ക്ഷേമ പെൻഷനായ 1,600 രൂപയാണ് കൈമാറിയത്. തുക മന്ത്രി MP രാജേഷിനെ ഏൽപ്പിച്ചു. കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഇദ്ദേഹം തന്റെ വിഷമതകളും ബുദ്ധിമുട്ടുകളും മറന്നുകൊണ്ട് ചെയ്ത പ്രവർത്തിക്ക് മന്ത്രി പ്രത്യേകം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തി. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് അംഗം VS ശിവാസ്, വിജയമ്മ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ ശങ്കരേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തെ ക്ഷേമ പെൻഷനാണ് 1,600 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. സംഭാവന നൽകിയെന്ന് മാത്രമല്ല, അദ്ദേഹം ആ പൈസയും കൊണ്ട് വന്ന് എന്നോട് പറഞ്ഞത് മരുന്നൊക്കെ പിന്നെ വാങ്ങാം, ഇപ്പോൾ ഇത് നടക്കട്ടെ എന്നതാണ്. ഇതാണ് മലയാളിയുടെ വിശാലമായിട്ടുള്ള ഹൃദയ വിശാലത എന്ന് പറയുന്നത്. ഇതിന് ശങ്കരേട്ടനോട് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ചാലിശ്ശേരിയിലെ കായിക രംഗത്ത് പ്രശസ്തരായ ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,00,000 രൂപ നൽകി. ശനിയാഴ്ച വൈകിട്ട് ക്ലബ് ഹൗസിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്റുകാര്യ മന്ത്രി MP രാജേഷിനെ ക്ലബ് സെക്രട്ടറി AM ഇക്ബാൽ, രക്ഷാധികാരികളായ PS വിനു, ബാബു നാസർ, ശ്രീരാഗ് അമ്പാടി, റസാഖ് ഇടയത്ത് വളപ്പിൽ എന്നിവർ ചേർന്ന് 1,00,000 രൂപയുടെ ചെക്ക് കൈമാറി. ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ക്ലബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നൌഷാദ് മുക്കൂട്ട, ഹുസൈൻ അറക്കൽ, ഷാജഹാൻ നാലകത്ത്, CV ഷാബു എന്നിവർ പങ്കെടുത്തു. ആദ്യകാല അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ക്ലബ് പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു. ഗ്രാമത്തിലെ കാൽപന്ത് കളിക്കപ്പുറം സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിയാണ് ജീവകാരുണ്യ രംഗത്ത് GCC ക്ലബ്ബ് മാതൃകാ പ്രവർത്തനം നടത്തിവരുന്നത്. പ്രളയത്തിലും കോവിഡിലും കൂടാതെ ഗ്രാമത്തിലെ നിരവധി മേഖലകളിലും ജീവകാരുണ്യ രംഗത്ത് ഇതിനകം മികച്ച പ്രവർത്തനം ക്ലബ്ബ് കാഴ്ചവെച്ചിട്ടുണ്ട്. ചാലിശ്ശേരി പഞ്ചായത്ത് പാടശേഖര കോർഡിനേഷൻ കമ്മിറ്റി സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ മാസ്റ്ററുടെ വസതിയിൽ ചേർന്ന ചടങ്ങിൽ കമ്മിറ്റി സെക്രട്ടറി മോഹനൻ പൊന്നുള്ളി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന് തുക കൈമാറി. ചടങ്ങിൽ കോർഡിനേഷൻ ട്രഷറർ ഋഷഭദേവൻ നമ്പൂതിരി, തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് അംഗം VS ശിവാസ്, വിവിധ പാടശേഖര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട്ടിലെ ദുരന്തഭൂമിയിലേക്ക് ആംബുലൻസുമായി സേവനത്തിനു പോയ ചിറക്കൽ സ്വദേശി വിഷ്ണുവിനെ യൂത്ത് കോൺഗ്രസ് കാട്ടകമ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് MS ശ്രാവൺ, പ്രവർത്തകരായ റിയാസ് മാമ്പുള്ളി, ഷെരീഫ് കോട്ടോൽ, പ്രഭു കാഞ്ഞിരത്തിങ്കൽ, എൽദോ ചിറക്കൽ, മുഹമ്മദ് അസ്ലം, റംഷാദ് ചിറക്കൽ, അലി ചിറക്കൽ എന്നിവർ സംസാരിച്ചു. വയനാട്ടിൽ ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധനായ റസാഖ് കുറ്റിയലിനെ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ അഭിനന്ദിച്ചു. നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഷമീർ ഇഞ്ചിക്കാലയിൽ, ജിനേഷ് തെക്കേക്കര, സക്രിയ ചീരൻ, ഗിൽബർട്ട് S പാറമേൽ,
EMK ജിഷാർ, CU സത്യൻ എന്നിവർ സംബന്ധിച്ചു. വയനാട് ദുരന്തഭൂമിയിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സ്ഥലം വിട്ടു നൽകാൻ സന്നദ്ധനായ കാട്ടകാമ്പൽ പെരുന്തിരുത്തി സ്വദേശി റസാഖിനെ യൂത്ത് കോൺഗ്രസ് കാട്ടകാമ്പൽ മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് കാട്ടകാമ്പൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് MS രാവൻ, പ്രവർത്തകരായ റിയാസ് മാമ്പുള്ളി, നദീർ പെരുന്തിരുത്തി, ജിഷാർ കോട്ടൂൽ, ഷെരീഫ് കോട്ടൂൽ, പ്രഭു കാഞ്ഞിരത്തിങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാട്ടകാമ്പാൽ ചിറക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര ദിനം ആചരിച്ചു. യൂണിറ്റ് സെക്രട്ടറി PI മോൻസന്റെ അധ്യക്ഷതയിൽ നടന്ന ദിനാചരണം യൂണിറ്റ് പ്രസിഡന്റും ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ അംഗവുമായ സോണി സക്കറിയ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിക്ഷോഭത്താൽ ദുരിതത്തിലായ വയനാട്ടിലെ വ്യാപാരികൾക്കുള്ള യൂണിറ്റിന്റെ ധനസഹായം ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. യൂണിറ്റ് ട്രഷറർ അനിൽ P. മാത്യു, യൂത്ത് വിംഗ് പ്രസിഡന്റ് റെഡിസൺ റോയ്, വനിതാ വിംഗ് പ്രസിഡന്റ് മിനി കുഞ്ഞുമോൻ, സെക്രട്ടറി യമുന, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സതീഷ് കുമാർ, KC ജോസ്, ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നവാഗതനായ സിൻഡോ ഡേവിഡ് സംവിധാനം ചെയ്ത് ഉടൻ തിയേറ്ററുകളിലെത്തുന്ന സംഭവസ്ഥലത്ത് നിന്നും എന്ന സിനിമയുടെ ട്രെയിലർ നടൻ ടൊവിനോ തോമസിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്തു. കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമ ആഗസ്റ്റ് 30 തിയേറ്ററുകളിലെത്തും. എന്താ മോളെ? സിൻസിർ, ഡയാന ഹമീദ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിന്റെ നിർമ്മാണം ബിജോ തോമസ് തട്ടിൽ, ജോയ് കാഞ്ഞിരത്തിങ്കൽ, ജോസ്, പീറ്റർ വർഗീസ്, ജോമോൻ ജോസ് എന്നിവർ ചേർന്നാണ് ഒരുക്കുന്നത്. സഞ്ജു എളവള്ളി, അഖിലേഷ് തയ്യൂർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയത്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ ചാനൽ പ്രവർത്തകരായ നിഖിൽ ദാമോദറും ക്യാമറമാൻ പ്രമോദും ചേർന്ന് തങ്ങളുടെ ചാനലിന്റെ അടുത്ത പ്രോഗ്രാം ചെയ്യുന്നതിനിടയിൽ അവർ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളും അവരുടെ ജീവിതങ്ങളും അതിൽ അവിചാരിതമായി ഉണ്ടാകുന്ന സംഭവങ്ങളിലൂടെയാണ് ചിത്രം വികസിക്കുന്നത്. ആദിലക്ഷ്മി എന്ന തമിഴ് പശ്ചാത്തലമുള്ള ഒരു കഥാപാത്രത്തെയാണ് ഡയാന ഹമീദ് അവതരിപ്പിക്കുന്നത്. സംവിധായകൻ ലാൽ ജോസ് ആന്റണി അലൂഷി എന്ന സാമൂഹ്യ പ്രവർത്തകന്റെ വേഷത്തിലെത്തുന്നു. സാമൂഹിക പ്രാധാന്യമുള്ള വിഷയത്തെ അല്പം ത്രില്ലർ എലമെന്റ്സും ഹ്യൂമറുമെല്ലാം ചേർത്താണ് ഒരുക്കിയിരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലായി? താങ്കൾ കമ്പയർ ചെയ്യുന്ന പലതിനോടും എനിക്ക് യോജിക്കാനാകുന്നില്ല. അതെന്താ നിനക്ക് ചെയ്താല്? സരീഷ് പുളിഞ്ചേരി, അഖിലേഷ് തയ്യൂർ, ജോമോൻ ജോസ് എന്നിവരുടെ വരികൾക്ക് ജിനു വിജയൻ, അജയ് ജോസഫ്, ഡെനിസൺ M. വിൽസൺ, പീറ്റർ വർഗീസ് തുടങ്ങിയവർ സംഗീതം നൽകിയിരിക്കുന്നു. മധു ബാലകൃഷ്ണൻ, ചിത്ര, അരുൺ, സ്റ്റാർ സിംഗർ താരം അരവിന്ദ് നായർ, സരീഷ് പുളിഞ്ചേരി, പ്രമോദ് പടിയത്ത് എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഒട്ടേറെ അഭിനേതാക്കൾക്കൊപ്പം മാധ്യമപ്രവർത്തകരായ ഹാഷ്മി താജ് ഇബ്രാഹിം, ക്രിസ്റ്റീന ചെറിയാൻ തുടങ്ങിയവരും സോഷ്യൽ മീഡിയ താരങ്ങളും ചിത്രത്തിൽ വേഷമിടുന്നു. ചിത്രത്തിന്റെ ഛായാഗ്രഹണം അനീഷ് അർജുനൻ, പശ്ചാത്തല സംഗീതം ജിനു വിജയൻ, കലാസംവിധാനം ജയ്സൺ ഗുരുവായൂർ, ചമയം സുന്ദരൻ ചെട്ടിപ്പടി, സെക്കൻഡ് യൂണിറ്റ് ക്യാമറ ജുബിൻ ചെറുവത്തൂർ, ജോഷി എബ്രഹാം എന്നിവർ ചേർന്ന് നിർവഹിക്കുന്നു. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ TP പ്രമോദിനൊപ്പം നിഖിൽ ദാമോദർ. നല്ലൊരു മനുഷ്യൻ. ഒരു CCTV ന്യൂസ്, വേലൂർ. മന്ദലാകുന്ന AKG റോഡ് വെള്ളക്കെട്ടിന് ശാസ്ത്രീയമായ രീതിയിൽ പരിഹാരം കാണണമെന്നും പ്രദേശവാസികളെ തീരാദുരിതത്തിലേക്ക് തള്ളിവിടരുതെന്നും SDPI പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാനായി ജില്ലാ കളക്ടർ, MLA, തഹസിൽദാർ, ഹൈവേ അധികൃതർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും ചാവക്കാട് താലൂക്ക് ഓഫീസിൽ യോഗം ചേരുകയും ചെയ്തിരുന്നു. ചർച്ചയ്ക്കൊടുവിൽ റോഡ് നിർമ്മാണ കമ്പനിയായ ശിവാലയ ചക്കോലയിൽ റോഡ് വഴി 2 ഇഞ്ച് വ്യാസമുള്ള പൈപ്പിട്ട് പ്രശ്നപരിഹാര നിർദ്ദേശം വെച്ചിരുന്നു. ഇതിനായി പൈപ്പുകൾ ഇറക്കുകയും ചെയ്തു. മന്ദലാകുന്ന സെന്റർ വഴി കനോലി കനാലിലേക്ക് കാന നിർമ്മിച്ച് ശാശ്വത പരിഹാരം കാണാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് അധികൃതർ കുറുക്കുവഴി തെരഞ്ഞെടുത്തതെന്ന് യോഗം ആശങ്ക ഉന്നയിച്ചു. പാർട്ടി ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് യഹിയ മന്ദലാകുന്ന്, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി തൗഫിക് മാലിക്കുളം, വൈസ് പ്രസിഡന്റ് സുബേർ ഐനിക്കൽ, കിണർ ബ്രാഞ്ച് പ്രസിഡന്റ് അഷ്കർ, സക്കറിയ പൂക്കാട്ട് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് കത്തോലിക്ക ദേവാലയത്തിൽ സൗജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കുന്നംകുളം ഏരിയയുടെയും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും സഹകരണത്തോടുകൂടിയാണ് സൗജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്.
വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപുറം, കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് CO ആന്റണി എന്നിവർ ചേർന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ 10 മുതൽ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക പാരിഷ് ഹാൾ സെഹിയോൻ ശാലയിൽ ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ടു. ഇടവകാംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ആയുർവേദ വിഭാഗത്തിൽ ഡോക്ടർ ഹനിനി ജോഫി, ഡോക്ടർ പൂജ ഫ്രാൻസിസ്, ഡോക്ടർ ആതിര സുരേഷ് ബാബു, ആരതി നിതിൻ, ഷംന, സിയ എന്നിവരും, ഹോമിയോ വിഭാഗത്തിൽ ഡോക്ടർ ശ്രീജിത്ത് S, നിഖിൽ ജോസ് ഫ്രാൻസിസ്, രമ്യ ജേക്കബ് എന്നിവരും നേതൃത്വം നൽകി. ഡോക്ടർമാർ നിർദ്ദേശിച്ച ആയുർവേദ ഹോമിയോ മരുന്നുകൾ ക്യാമ്പിൽ സൗജന്യമായി വിതരണം ചെയ്തു. ഇടവക വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപുറം, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ CO ആന്റണി, VJ സുനിൽ, ML സുനിൽ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം. കാട്ടകാമ്പൽ പഞ്ചായത്തിലെ മൂലേപ്പാട് SC/ST ഫ്ളാറ്റിൽ വികസന പ്രവർത്തികൾ നടക്കുന്നില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വാർഡ് മെമ്പർ പ്രദീപ് കൂനത്ത് പറഞ്ഞു. 2020 മുതൽ ഒട്ടേറെ വികസന പ്രവർത്തികൾ SC ഫ്ളാറ്റിൽ നടപ്പിലാക്കി വരികയാണ്. സുരക്ഷയ്ക്കായി ഫ്ളാറ്റിന് ചുറ്റും മതിൽ കെട്ടി ഫ്ളാറ്റിന് സമീപം മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കുകയും ഫ്ളാറ്റിലേക്ക് വരുന്ന വൈദ്യുത പോസ്റ്റുകളിൽ വിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഫ്ളാറ്റിൽ ഓരുവെള്ളം വരുന്നതിന് പരിഹാരം കാണുവാനായി ജലശുദ്ധീകരണത്തിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. വെള്ളക്കെട്ട് സ്ഥിരമായുള്ള ഈ ഭാഗത്ത് കോൺക്രീറ്റ് കട്ട വിരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മൂലേപ്പാട് ആനക്കുണ്ട് റോഡ് പണിയുടെ ഭാഗമായി ലഭിച്ച മണ്ണ് ഇവിടെ കൂട്ടിയിട്ടത്. ഭരണത്തിലിരിക്കുമ്പോൾ ST ഫ്ളാറ്റിന് വേണ്ടി ഒന്നും ചെയ്യാതെ ഇപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുവാനാണ് കോൺഗ്രസും സഖ്യകക്ഷികളും ശ്രമിക്കുന്നതെന്ന് പ്രദീപ് കൂനത്ത് കുറ്റപ്പെടുത്തി. പത്രമാധ്യമങ്ങളിലെ ഒരു നല്ല രീതിയിലുള്ള വാർത്തകളല്ല ഈ SC ഫ്ലാറ്റിനെ സംബന്ധിച്ച് വരുന്നത്. ഏകദേശം 4 ലക്ഷം 4.5 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് നമ്മളവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഏകദേശം 10-16 ലക്ഷം രൂപയോളം ഈ 2021 കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം 2021 കാലഘട്ടം മുതൽ 2024 കാലഘട്ടം വരെ ഈ SC ഫ്ലാറ്റിന് വേണ്ടി ചെലവഴിച്ചത്. അതായത് ഇതിൻ്റെ ഫ്ലോറ് ഉയർത്തിക്കൊണ്ട് അവിടെ ഇൻ്റർലോക്ക് ചെയ്യാനുള്ള പദ്ധതി ഓൾറെഡി അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഒരു കാലതാമസം മാത്രമേ വരുന്നുള്ളൂ. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നാണ് പറയാനുള്ളത്. കാരണം ഈ 12-ാം വാർഡ് ഇതുവരെ ഭരിച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഈ വാർഡിലെ എന്തൊക്കെ ദോഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ പാർട്ടിയാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി പിന്തിരിയണമെന്നാണ് എനിക്ക് വാർഡ് മെമ്പർ നിലയിൽ അറിയിപ്പ്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിൽ ഹിന്ദിക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാനുള്ള അഭിമുഖം ആഗസ്റ്റ് 14 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. ഹിന്ദിയിലുള്ള PG, B.Ed, സെറ്റ് എന്നിവയാണ് യോഗ്യത. അർഹരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 94 47 55 32 84. നമ്പർ ആവർത്തിക്കാം: 94 47 55 32 84. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവോണ നാളിൽ നടത്തുന്ന പായസ വിൽപ്പനയുടെ ഉദ്ഘാടനം നടന്നു. വികാരി ഫാദർ മാത്യൂസ് K. ബർസോമ പള്ളി കൈസ്ഥാനി TI ഉല്ലാസിന് ആദ്യ കൂപ്പൺ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടഞ്ചേരി തൂമ്പിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വെളുത്ത ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 6 നിർമ്മാല്യം, മഹാഗണപതി ഹോമം, ഉഷപൂജ, പാലാഭിഷേകം, വിശേഷ പൂജകൾ, നാമജപാർച്ചന, ഉച്ചപൂജ, തുടർന്ന് അന്നദാനം എന്നിവ നടന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, അത്താഴപൂജ എന്നിവയും ഉണ്ടായി. പുന്നൂർ അകലാട് അംബാല SKSSF യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിൽ അംബാല ഇസ്ലാമിക് സെന്റർ ഓഫീസ് ഉദ്ഘാടനം വെളിയങ്കോട് സയ്യിദ് മുത്തുമോൻ തങ്ങൾ നിർവഹിച്ചു. മഹൽ സെക്രട്ടറി കറുത്താറൻ ഹൈദരുടെ സാന്നിധ്യത്തിൽ മഹൽ പ്രസിഡന്റ് ഹംസു തൊണ്ടങ്കേരൻ പതാക ഉയർത്തി. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച ബിന്യാമിൻ, K. സഫ്വാന, റിസ്വാന എന്നിവരെ ആദരിച്ചു. തുടർന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സമ്രത് അംബാലയുടെ അധ്യക്ഷതയിൽ SKSSF ജില്ലാ കൗൺസിലർ മഹ്റൂഫ് വാഫി, MIC സ്കൂൾ മാനേജർ കബീർ ഫൈസി അകലാട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നു നടന്ന മജ്ലിസുന്നൂറിനെ അംബാല മഹല് മുൻ ഖത്തീബ് ഉസ്താദ് ഷറഫുദ്ദീൻ ദാരിമി, അവിയൂർ മഹല് ഖത്തീബ് ഹസൻ ഫൈസി എന്നിവർ നേതൃത്വം നൽകി. അകലാട് ഖാദിരിയ മഹല് ഖത്തീബ് ജാബിർ ഫൈസി ദുആ നിർവഹിച്ചു. ഹാരിസ് ഫൈസി, MK കാസിം, SKSSF വടക്കേകാട് മേഖല വർക്കിംഗ് സെക്രട്ടറി ഷർഫിക് അംബാല, അംബാല യൂണിറ്റ് സെക്രട്ടറി അജ്മൽ ഫൈസി, യൂണിറ്റ് ട്രഷറർ MK മുനീർ, വൈസ് പ്രസിഡന്റ് മുനൂറുദ്ദീൻ ഫൈസി, ജോയിന്റ് സെക്രട്ടറി ഷുഹൈബ് കാഞ്ഞിരപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സയ്യിദ് ഫൈസി സ്വാഗതവും യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ഷഹീർ ദാരിമി നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പൊന്നിയൂർക്കുളം.
കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാട്ടകമ്പാൽ വില്ലേജ് കമ്മിറ്റിയിൽ കുന്നുകുളം ഏരിയ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് കൊളത്തേരി പതാക ഉയർത്തി. KSKTU വില്ലേജ് വൈസ് പ്രസിഡന്റ് MA കുമാരൻ അധ്യക്ഷനായി. വില്ലേജ് ജോയിന്റ് സെക്രട്ടറി KK വിശ്വനാഥൻ, ഏരിയ കമ്മിറ്റി അംഗം TK രാജൻ, കേരള പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി അബൂബക്കർ മേലയിൽ, വില്ലേജ് കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ആഗസ്റ്റ് 20, 21, 22 തീയതികളിൽ കാസർഗോഡ് ജില്ലയിലെ കൊടക്കാടാണ് ഇത്തവണ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ചർമ്മം പൂവത്തൂർ പരേതനായ മൂക്കോല കണ്ണപ്പൻ ഭാര്യ കുറുമ്പു എന്ന അമ്മണി നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് കോട്ടപ്പടി ശ്മശാനത്തിൽ നടക്കും. വേലായുധൻ, പരേതയായ മണി, പരേതയായ ചന്ദ്രിക, മോഹനൻ, രാജൻ, അശോകൻ, ഉഷ, ഷീബ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ക്ഷേത്രങ്ങളിൽ ഭക്തി പുരസ്സരം ഇല്ലം നിറയാഘോഷം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്ദേശവുമായി വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ഇല്ലം നിറ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വൻ ഭക്തജന തിരക്ക്. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും അനുബന്ധ ചടങ്ങുകളും നടന്നു. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചൂണ്ടൽ സെന്ററിലെ ഉണങ്ങിയ മരം യാത്രികർക്ക് ഭീഷണിയാകുന്നു. ചൂണ്ടൽ സെന്ററിലെ വ്യാപാര സമുച്ചയത്തിന് മുന്നിൽ ഉണങ്ങിയ നിലയിൽ കാലങ്ങളായി നിൽക്കുന്ന കൂറ്റൻ പ്ലാവാണ് യാത്രികർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഭീഷണിയായി മാറിയത്. വേലൂർ സൊസൈറ്റി പാടത്തിന് സമീപം സംസ്ഥാന പാതയിൽ അറവുമാലിന്യം തള്ളുന്നതിനെതിരെ വായും മൂക്കും മൂടിക്കെട്ടി ജനകീയ പ്രതിഷേധം. പ്രദേശത്ത് അറവുമാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുക, സ്ഥിരമാലിന്യം നിക്ഷേപിക്കുന്ന മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു ജനകീയ പ്രതിഷേധ സമരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTVയെ നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in. വടക്കേക്കോട്ടോൽ രവീന്ദ്രന്റെ 3ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ മക്കൾ പ്രവീൺ, പ്രവിത, മറ്റു കുടുംബാംഗങ്ങളും